നമ്മള് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്കാണ്. കാര്യം കല്യാണത്തിന് മുന്നേ വരെ ചിത്രശലഭങ്ങളെ പോലെ പാറി പറന്നിരുന്ന നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ മാക്സിമം പേരുടെയും ലൈഫിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം അനുഭവിക്കാൻ കഴിയുള്ളൂ. ബാക്കി മാക്സിമം പേര് കുറേയധികം സഫറിങ്സിലൂടെ പുതിയ വീട്, പുതിയ സാഹചര്യം, അവിടെയുള്ള ആൾക്കാരുടെ ബിഹേവിയർ, പെരുമാറ്റം, പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ പറയില്ല, പല വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള പല വ്യക്തികളുള്ള ഒരു ഫാമിലിയിലേക്ക് ചെല്ലുന്നു. അവിടെ നമ്മൾ പലരെയും എന്താ പറയുക, അത്രയും നമ്മൾ എത്ര പ്യുവറായിട്ട് നിൽക്കാൻ ശ്രമിച്ചാലും നമ്മളുടെ ഉള്ളിലെ ആ ഒരു നന്മയൊന്നും കാണാതെ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് പല രീതിയിലും നമ്മളെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് നമുക്ക് എത്ര ഹാപ്പി ആയിരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതാക്കി നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് ആരോപിക്കുകയും കരയുകയും നിലവിളിക്കുകയും ചിലപ്പോൾ ആരും സപ്പോർട്ട് ഇല്ലാതെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. കാര്യം ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഒരു സ്ത്രീ കടന്നു വരുന്ന അവസ്ഥ എന്താണെന്ന്. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഞാൻ ഇത്രയും വലിയ മോശം അവസ്ഥയിലൂടെ എന്തുകൊണ്ട് കടന്നുപോയി. അപ്പൊ ദൈവം എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ അത് കടന്നുപോയെങ്കിൽ നീ ഒരു മനുഷ്യന്റെ അവസ്ഥ അനുഭവിച്ചിട്ടുള്ളവനെ അതിന്റെ വേദന അറിയുമെന്ന് പറയില്ലേ. വിശപ്പ് അനുഭവിച്ചിട്ടുള്ളവന് എന്താണ് വിശപ്പിന്റെ വിളി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. ഏത് നേരം വയറു നിറച്ച് കഴിക്കുന്നവന് അതിന്റെ ഫീലിംഗ് അറിയാൻ പറ്റില്ല. അപ്പം അത്രയേറെ പ്രയാസങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്, അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ അത്രയും മോശം അവസ്ഥയിലൂടെ കടന്നുപോയ പെൺകുട്ടികൾ ഉണ്ടാവുമെന്നറിയില്ല. അത്രയേറെ വേദനകളിലും വിഷമങ്ങളിലും പലരും ചവിട്ടി തേച്ച് എന്താ പറയുക, ജീവിതത്തിൽ ഒരിക്കലും ഉയർന്നു വരാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനും ക്ഷമിക്കാവുന്നതിനും ഒരു പരിധികളുണ്ട്. ആ പരിധിക്കും അപ്പുറത്തേക്കൊക്കെ ചവിട്ടി തേച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ആൾക്കാർ പോകും. ഒന്നുകിൽ തളരും അല്ലെങ്കിൽ വളരും. ഒരു പ്രാവശ്യം ഞാൻ വിചാരിച്ചു മതിയാക്കാം ഈ ജീവിതം. ഞാനപ്പോ എൻ്റെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആണ്. ഞാൻ വിചാരിച്ചു മതി, ഞാൻ അങ്ങനെ ജീവിതം മതിയാക്കാനും ഞാൻ ഒരുങ്ങിയതാ. പിന്നെ ഞാൻ ചിന്തിച്ചു എൻ്റെ കുഞ്ഞ്, അത് ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് വെന്തും വരട്ടെ അനുഭവിച്ച് ചതഞ്ഞ് എന്താ പറയാ, നമ്മൾ അതിന്റെ ഏറ്റവും എക്സ്ട്രീം എൻഡിൽ പോയപ്പോ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ തീരാം അല്ലെങ്കിൽ വളരാം. ഞാൻ തീരുമാനിച്ചു എനിക്ക് തളരാൻ മനസ്സില്ല. അങ്ങനെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സുജാർ മോഹൻ എന്ന് പറയുന്നത് വെറും ഒരു പരാജയമായി പോകും. അതല്ല, അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മളെ വേദനിപ്പിച്ചവരെ പോലും സ്നേഹിച്ചുകൊണ്ട്, എല്ലാവർക്കും സ്നേഹം കൊടുത്തുകൊണ്ട്, ആരോടും വെറുപ്പും വിരോധവും വിദ്വേഷവും ഒന്നുമില്ല, സ്നേഹം തരാത്തവരോട് ഒരു പരാതിയുമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ആ സ്നേഹം തന്നില്ല, അതുകൊണ്ട് സുജാർ മോഹൻ ഇന്ന് ഇവിടം വരെ എത്തി. ഇനിയും മുമ്പോട്ട് പോകും. കാര്യം എന്താ, തരണ്ട, ആരോടും റിക്വസ്റ്റ് ഇല്ല എന്നെ ഒന്ന് സ്നേഹിക്കണം. കാര്യം ചെറുപ്പം മുതലേ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹവും ലാളനകളും ഏറ്റു വളർന്ന ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല ഞാൻ. എന്നും കണ്ണുനീര് മാത്രമേ എൻ്റെ കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഞാൻ കടന്നു വന്ന വഴികളൊക്കെ അത്രയേറെ മോശം സാഹചര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് നിങ്ങളോടൊന്ന് മനസ്സ് തുറന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പലരും വിചാരിക്കുമോ, ആരൊക്കെയോ കമന്റിൽ എഴുതിയത് ടീച്ചറിന് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റും, ടീച്ചറിന് സിറ്റുവേഷൻസ് എല്ലാം ഒന്നും ഓക്കെ അല്ല മക്കളും, എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എത്ര സാഹചര്യങ്ങളുണ്ടായാലും അവിടെ എല്ലാം 24/7 ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. പലരും പറയും ഞാൻ ഭർത്താവിന്റെ വീട്ടിലാണ്, അവിടെ എനിക്ക് പറ്റുന്നില്ല, അവിടെ ഇന്ന സാഹചര്യങ്ങളാണ്, എല്ലാം ഉണ്ടാകും. ഇപ്പൊ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുക്കുന്നു. ബാക്കി പറഞ്ഞ നമ്മള് ചുറ്റുമുള്ള ആളുകളും 85% ലോകത്തിലുള്ളത് നെഗറ്റീവാ. അവർക്ക് ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സെൽഫ് അവയർനെസ് കൂടുമ്പോൾ, നമ്മൾ മെഡിറ്റേഷനും പ്രാക്ടീസുകളും ഒക്കെ ചെയ്ത് നമ്മുടെ അവയർനെസ് കൂടുമ്പോൾ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും, അഥവാ നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അവരെ നമുക്ക് മനസ്സിലാക്കാൻ, ഈ വ്യക്തി തെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ ബോധതലം അത്രയ്ക്കേ ഉള്ളൂ, അവർക്ക് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ, അവരോട് ക്ഷമിച്ചു കൊടുക്കാം എന്നൊരു വലിയ മനസ്സിലേക്ക് നമ്മളെത്തും. പലരോടും അങ്ങോട്ട് പോയി മാപ്പ് പറയേണ്ട കേസ് ആണെങ്കിൽ ചിലപ്പോൾ അതുപോലും ആയിരിക്കില്ല, അല്ലെങ്കിൽ പോലും നമ്മൾ ചെന്ന് മാപ്പ് പറയാൻ തയ്യാറാകും. കാര്യം എന്താ, നമുക്കവിടെ ഈഗോ, ഞാനെന്ന ഭാവം ഇല്ല. അവിടെ നമ്മൾ ഏറ്റവും താഴ്മയിൽ ജീവിക്കുന്ന, എത്ര ഉയരങ്ങളിലേക്ക് പോയാലും ഏറ്റവും താഴ്മയിൽ ജീവിക്കുമ്പോൾ, ദൈവികതയിൽ ജീവിക്കുമ്പോൾ, നന്മയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്നും ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ.